എല്ലാ വീട്ടിലും വളരെ എളുപ്പമായിട്ട് കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ കപ്പിന്റെ മേലെയുള്ള കറ നീക്കിക്കളയുക എന്ന് ഞാൻ പറഞ്ഞുതരാം. മെൻസ്ട്രുവൽ കപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം എല്ലാ പീരീഡ്സിന്റെ മുമ്പേ ആയിട്ട്, അത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കപ്പിന് നല്ലോണം തിളയ്ക്കുന്ന വെള്ളത്തിൽ വെച്ചിട്ട് ഒരു 4 to 5 minutes തിളയ്ക്കാൻ അനുവദിക്കണം. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ബാക്ടീരിയ, മൈക്രോബ്സ് കാര്യങ്ങളൊക്കെ ചത്തുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ തിളപ്പിക്കുന്നത്. നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് എന്ത് ചെയ്യാം, അത് എടുത്ത് വെക്കുന്നതിന്റെ മുമ്പ് തിരിച്ചൊരു പ്രാവശ്യം തിളപ്പിച്ചിട്ട് വെക്കുക. അപ്പൊ ഇങ്ങനെ അത് കുറച്ചും കൂടി ഹൈജീനിക് ആയിട്ട് നിൽക്കും. പോരാതെ നമ്മൾ കപ്പ് ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മുടെ പീരീഡ്സിന്റെ സമയത്ത് ഒരു പ്രാവശ്യം ഇടാൻ തുടങ്ങിയതിന് ശേഷം ഇടയ്ക്ക് നമ്മളൊന്ന് ക്ലിയർ ആക്കിയിട്ട് തിരിച്ച് ഇൻസേർട്ട് ചെയ്യൂല. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് പ്ലെയിൻ വാട്ടർ കൊണ്ട് കഴുകിയിട്ട് തിരിച്ച് ഇൻസേർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ ഒരു 4 to 5 യൂസസിന് ശേഷം മെൻസ്ട്രുവൽ കപ്പിൽ ഒരു തരം കറ വരാൻ തുടങ്ങും. ഇങ്ങനത്തെ കറ നിങ്ങളുടെ മെൻസ്ട്രുവൽ കപ്പിലായിട്ട് കണ്ടിട്ടുണ്ടോ? ഇതിങ്ങനെ പുറത്തിട്ട് റിമ്മിലും ഉള്ളിലത്തെ റിമ്മിലും ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വരും. എന്നാൽ ഇതാണെങ്കിൽ നമുക്ക് കാണാൻ വളരെ അൺഹൈജീനിക് ആയി തോന്നും. സത്യം പറഞ്ഞാൽ ഇത് അൺഹൈജീനിക് ഒന്നും അല്ല കേട്ടോ. ആർത്തവ സമയത്ത് പോകുന്ന ബ്ലഡ്, അതിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. ആ ഹീമോഗ്ലോബിനിലുള്ള അയണിന്റെ സ്റ്റെയിൻസ് ആണ് ഈ കാണുന്ന സംഗതി. ഓക്കെ, അപ്പോൾ ഇത് സ്വാഭാവികമാണ്. പക്ഷെ അത് കാണുമ്പോൾ ഒരു മാതിരി, അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാൻ അറിയണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വിദ്യ ഞാൻ പറഞ്ഞുതരാം. ഇതിനായി നമുക്ക് വേണ്ടത് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2-3 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത്, സിർക്ക ചേർത്ത് അതിലോട്ട് ഒരു 2-3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ആ വെള്ളത്തിൽ നല്ലോണം അലിയിച്ചതിന് ശേഷം അതിലോട്ട് മെൻസ്ട്രുവൽ കപ്പിൻ്റെ കറയുള്ള ഭാഗം ഇമ്മേഴ്സ് ചെയ്ത് വെക്കുക, മുക്കി വെക്കുക. 1/2-3 മണിക്കൂർ വരെ അതിൽ മുക്കിക്കിടുന്നതിന് ശേഷം ആ വളരെ പറ്റിപ്പിടിച്ചിരുന്ന കറ ഇപ്പോൾ സോഫ്റ്റായി വരും. എന്നിട്ട് നമ്മൾ അത് സ്ക്രബോടെയോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് ഒന്ന് തേച്ച് കളയാവുന്ന സംഗതി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദിസ് ഇസ് ഹൗ നമ്മൾ സിമ്പിൾ വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ മെൻസ്ട്രുവൽ കപ്പിൽ കാണുന്ന കറകൾ നീക്കാൻ പറ്റും. ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഇൻഫർമേറ്റീവ്. നിങ്ങൾ ഈ പ്രോസസ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതിൻ്റെ മുമ്പേ നിങ്ങളുടെ മെൻസ്ട്രുവൽ കപ്പിൽ ഈ കറേനെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ വഴികളാണ് ചൂസ് ചെയ്ത് നോക്കിയിരുന്നത്, ട്രൈ ചെയ്ത് നോക്കിയിരുന്നത്? എന്നോട് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യൂ.